പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ക്ഷേമത്തോടു കൂടെയാണെന്ന് ഈ പ്രഭാതവും കർത്താവിൽ വിശ്വസിക്കുന്നു. 6-ാം മാസത്തിൻ്റെ 15-ാമത്തെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ ഒരു വിശുദ്ധ ആരാധന കൂടെ ഈ ഭൂമിയിൽ ആരാധിപ്പാൻ സർവശക്തൻ നമുക്ക് ഭാഗ്യം തന്നു. നമ്മേക്കാൾ എത്രയോ പ്രിയപ്പെട്ടവർ, ആരോഗ്യമുള്ളവർ, പ്രായത്തിൽ കുറഞ്ഞവർ, വിദ്യാഭ്യാസമുള്ളവർ, നിരവധി യോഗ്യത പറഞ്ഞ അനേകർ ഞൊടിനേരം കൊണ്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനർത്ഥങ്ങളിൽ കൂടെ, ആപത്തുകളിൽ കൂടെ, അപകടങ്ങളിൽ കൂടെ, എത്രയെത്ര പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ, ആത്മഹത്യകളിൽ കൂടെയൊക്കെ ഈ ലോകത്തുനിന്ന് അനേക പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടപ്പോൾ സ്വർഗീയതയും നമ്മെ കരുതുവാനിടയായി, നമ്മെ പരിപാലിക്കുവാനിടയായി, നമുക്കാവശ്യമായ എല്ലാ നന്മകളെ തന്ന് പോഷിപ്പിക്കുവാൻ ദൈവം കരുണ കാണിച്ചല്ലോ. ഇന്ന് പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി ദിവസം നമുക്ക് അടുത്തു ചെല്ലാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവർ പലപ്പോഴും സങ്കുചിത മനോഭാവമുള്ളവരായിരുന്നു. മറ്റൊരു മതത്തെയോ ജാതിയെയോ യഹൂദൻ അംഗീകരിക്കുന്നില്ല. യഹൂദന്മാർക്കൊഴികെ മറ്റാർക്കും ആത്മരക്ഷ ഇല്ലെന്ന് യഹൂദൻ വിശ്വസിക്കുന്നു. ജാതികളെ വെറും നായ്ക്കളായിട്ടാണ് യഹൂദൻ കരുതിയിരുന്നത്. അവരുടെ ആലയത്തിൽ അന്യർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അവരോട് ദൈവം കൽപ്പിക്കുന്നത് വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി, എന്നാൽ മുഖപക്ഷം കാണിക്കുകയും എളിയവരെ അവഗണിക്കുകയും ചെയ്യുന്നത് പാപമാണെന്ന് വചനം പറയുന്നു. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത മനസ്ഥിതി ദൈവം അംഗീകരിക്കുന്നില്ല. എല്ലാ മനുഷ്യരുമായി സഹകരിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യോബ് പറയുന്നു, പരദേശി തെരുവീഥിയിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. കള്ളന്മാർ ചെയ്യുന്നത് പോലെ കർത്താവ് ഒരു വാതിലും കുത്തി തുറന്ന് അവനകത്ത് കയറി വരികയില്ല. ആരെക്കൊണ്ടും നിർബന്ധിച്ച് വാതിൽ തുറന്നകത്ത് പ്രവേശിക്കുകയുമില്ല. നാം കർത്താവിനെ നിറഞ്ഞ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്വീകരിച്ചാൽ നാം മാത്രമേ അവിടെ നിന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. തൻ്റെ മക്കളുടെ വിവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു തന്നിട്ടുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. തൻ്റെ അടുക്കൽ വ്യവസ്ഥ പ്രകാരം വരുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇന്നും തുറക്കും. വചനമനുസരിക്കുന്ന ഭക്തൻ്റെ മുമ്പിൽ മറ്റെല്ലാ വാതിലുകളും അടയുമ്പോൾ ഒരിക്കലും അടയപ്പെടാത്തതും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതുമായ വാതിൽ തുറക്കുവാൻ ദൈവം ശക്തനാണ്. മനുഷ്യർ എത്ര ശക്തമായും സുരക്ഷിതമായും നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചാലും അത് ദൈവം തുറക്കുക തന്നെ ചെയ്യും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ എന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ വാതിലുകളിലും അത് അനുസരിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടയുമെന്നും ദൈവം ചോദിക്കുന്നു. ആകയാൽ പ്രിയ ദൈവപൈതലേ, നാം തുറക്കേണ്ട അധരവാതിലുകൾ ഇന്ന് പ്രഭാതം സ്വർഗത്തിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ദൈവം തൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതെ പ്രിയ ദൈവപൈതലേ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ മുന്നിൽ അടയപ്പെട്ട വാതിലുകൾ ഈ പ്രഭാതം തുറക്കപ്പെടും. കാരാഗൃഹത്തിൽ കിടന്ന പത്രോസിന് വേണ്ടി അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി വാതിലുകളെ തുറന്നതുപോലെ ഇന്ന് പ്രഭാതം വിശ്വസിക്കാമോ? കുഞ്ഞെ, നിനക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധി സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ ഇന്ന് പ്രഭാതം പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞെ, അത്ഭുതകരമായ വാതിലുകളെ നിന്റെ മുന്നിൽ തുറക്കുവാൻ പോകുന്നു. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും ശാന്തമായ
നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം ശ്രവിച്ച എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസിദാസന്മാർക്കായി കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യണമേ. അടയപ്പെട്ട വാതിലുകൾ, നഷ്ടപ്പെട്ട ബിസിനസ്സുകൾ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെ ആമേ കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വാതിലുകൾ അടച്ചുവോ, ആമേൻ, സ്വർഗ്ഗം ഈ നാളുകളിൽ ശക്തമായി ദൈവം തൻ്റെ മക്കൾക്കായി അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആമേ സ്തോത്രം. നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഉപജീവന വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതം ഞങ്ങൾക്കായി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ അങ്ങയുടെ ദാസന്മാരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മയുടെ വാതിലുകളെ സ്വർഗം തുറക്കണം. അത്ഭുതം ചെയ്യും, അകച്ചമിടും യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതികൾ പ്രവേശിക്കേണ്ടതിനാൽ ദൈവം ഇതാ വാതിലുകളെ തുറക്കുന്നു. ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.